നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. രാമനായും രാമഭദ്രനായും രാമചന്ദ്രനായും അറിയപ്പെടുന്ന രഘുകുലത്തിന്റെ നാഥനും സീതാദേവിയുടെ ഭർത്താവുമായ ശ്രീരാമനെ ഞാൻ ഭക്തിപൂർവം വണങ്ങുന്നു. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 16-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ നമ്മൾ ജടായുവിന്റെ ധർമ്മനിഷ്ഠയെക്കുറിച്ച് സംസാരിച്ചു. ജീവൻ പോയാലും ധർമ്മം കൈവിടാത്തവനാണ് യഥാർത്ഥ വീരൻ എന്ന പാഠം ജടായു നമ്മെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാജ്ഞിയല്ല, മഹർഷിയല്ല, വിദുഷിയല്ല, ഒരു സാധാരണ വനവാസി സ്ത്രീ, ശബരി. പക്ഷേ രാമായണം പറയുന്നത് ദൈവത്തിന് മുൻപിൽ സാധാരണ എന്നൊരു വാക്കില്ല. ശബരി ഒരു വനവാസ സമൂഹത്തിൽ ജനിച്ച സ്ത്രീ ആയിരുന്നു. ബാല്യത്തിൽ തന്നെ അവളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ആ അന്വേഷണമാണ് അവളെ മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചത്. അവിടെ അവൾ വലിയ തപസ്സുകളൊന്നും ചെയ്തില്ല, വേദങ്ങൾ പഠിച്ചില്ല. ദിവസവും ആശ്രമം വൃത്തിയാക്കി, അതിഥികൾക്ക് വെള്ളം നൽകി, ഗുരുവിനെ സേവിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും ഭക്തിയോടെ ചെയ്താൽ അത് പൂജയാകുമെന്ന് ശബരി നമ്മെ പഠിപ്പിക്കുന്നു. മതംഗ മഹർഷി ശരീരം വെടിയുന്നതിന് മുമ്പ് ശബരിയോടൊരു വാക്ക് പറഞ്ഞു. ശബരി, ഒരു നാൾ ശ്രീരാമൻ നിന്നെ കാണാൻ വരും. ആ ഒരു വാക്ക് അവളുടെ ജീവിതമായി. ഒരു ദിവസം, 2 ദിവസം, 1 മാസം, 1 വർഷം. വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ശബരിയുടെ വിശ്വാസം തളർന്നില്ല. എല്ലാ ദിവസവും അവൾ ആശ്രമം വൃത്തിയാക്കും, വഴിയിലെ മുള്ളുകൾ എടുത്തു മാറ്റും, പൂക്കൾ വിതറും, പഴങ്ങൾ ശേഖരിക്കും. ഇന്ന് രാമൻ വരും എന്ന പ്രതീക്ഷയോടെ. അവസാനം ആ ദിവസം എത്തി. ശ്രീരാമനും ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തി. ശബരിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വർഷങ്ങളായി കാത്തിരുന്ന പ്രഭു തന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവൾ കരഞ്ഞുപോയി. പിന്നീട് നടന്ന സംഭവം എല്ലാവർക്കും സുപരിചിതമാണ്. ശബരി കാട്ടുപഴങ്ങൾ കൊണ്ടുവന്നു. ഓരോ പഴവും ആദ്യം ഒന്ന് കടിച്ചു നോക്കും. മധുരമുള്ളത് മാത്രം ശ്രീരാമന് നൽകി. പലരും ചോദിക്കും, കടിച്ച പഴം ദൈവത്തിന് നൽകുന്നത് ശരിയാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വാൽമീകി രാമായണത്തിൽ ശബരി പഴം കടിച്ചു നോക്കിയതായി പറയുന്നില്ല. അത് പിന്നീട് ഭക്തി പാരമ്പര്യത്തിൽ പ്രചാരത്തിലായ മനോഹരമായൊരു ആഖ്യാനമാണ്. ആ കഥയുടെ സന്ദേശം എന്താണ്? ദൈവം നോക്കുന്നത് വസ്തുവിന്റെ വിലയല്ല, സ്നേഹത്തിന്റെ വിലയാണ്. ഈ സന്ദർഭത്തിൽ ഒരു മനോഹരമായ പുരാണ കഥ ഓർക്കാം. ഭാഗവതത്തിൽ കുചേലന്റെ കഥയുണ്ട്. കുചേലൻ ശ്രീകൃഷ്ണനെ കൊണ്ടുവന്നത് കുറച്ച് അവൽ മാത്രമായിരുന്നു. അത് വില കൂടിയ സമ്മാനമായിരുന്നില്ല, പക്ഷേ സ്നേഹം നിറഞ്ഞ സമർപ്പണമായിരുന്നു. ശ്രീകൃഷ്ണൻ അതിനെ അതിയായ സന്തോഷത്തോടെ സ്വീകരിച്ചു. ശബരിയുടെ ഭക്തിയും കുചേലന്റെ സമർപ്പണവും ഒരേ സന്ദേശമാണ് നൽകുന്നത്. ദൈവം നമ്മുടെ കയ്യിലെ സമ്പത്ത് നോക്കുന്നില്ല, ഹൃദയത്തിലെ സ്നേഹമാണ് നോക്കുന്നത്. ഇന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നു, എനിക്ക് വലിയ പൂജ ചെയ്യാൻ കഴിയുന്നില്ല, വലിയ വഴിപാടുകൾ നൽകാൻ കഴിയുന്നില്ല. രാമായണം പറയുന്നത് മറ്റൊന്നാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും സ്നേഹത്തോടെ നൽകുകയാണെങ്കിൽ, ഒരു ചെറിയ സേവനം പോലും ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആരാധന. ശബരി നമ്മെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നു, ക്ഷമ. ഇന്ന് നമുക്ക് എല്ലാം ഉടനെ വേണം. പ്രാർത്ഥിച്ചാൽ ഉടനെ ബലം, ജോലി ചെയ്താൽ ഉടനെ വിജയം. പക്ഷേ ശബരി വർഷങ്ങളോളം കാത്തിരുന്നു. ഒരിക്കലും പരാതിപ്പെട്ടില്ല. കാരണം ദൈവത്തിന്റെ സമയം ഒരിക്കലും തെറ്റാറില്ല. ഇന്നൊരു നിമിഷം ചിന്തിക്കൂ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, അതോ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? ശബരിയുടെ ഭക്തി നമ്മോട് പറയുന്നത്, യഥാർത്ഥ ഭക്തി പ്രതിഫലം പ്രതീക്ഷിക്കുന്നതല്ല, സ്നേഹത്തോടെ സമർപ്പിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയും ആത്മാർത്ഥതയോടെ ചെയ്യും. എന്റെ പ്രാർത്ഥനയിൽ സ്നേഹം നിറയ്ക്കും, ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കും. കാരണം ഭക്തിയുടെ വലുപ്പമല്ല ദൈവം നോക്കുന്നത്, ഭക്തിയുടെ ആത്മാർത്ഥതയാണ്. നാളത്തെ വീഡിയോയിൽ നാം രാമായണത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രത്തിലേക്ക് കടക്കുകയാണ്, ഹനുമാൻ. എന്തുകൊണ്ടാണ് ഹനുമാനെ ഭക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമായി കാണുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നത്തെ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? അതാണ് നാളത്തെ വിഷയം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കിടക മാസത്തിൽ ശബരിയുടെ നിഷ്കളങ്ക ഭക്തിയും ശ്രീരാമന്റെ കരുണയും നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.